അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് അങ്കണത്തിൽ അഭിനേത്രിയും ഗായികയും എഴുത്തുകാരിയുമായ കഞ്ഞിക്കുഴി സ്വദേശി ഗീത സിറ്റിയുമായി നിഷാമോൾ പി മോഹനൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. നമസ്കാരം. കഞ്ഞിക്കുഴി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും വളർന്ന് ഒരുപാട് മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇന്ന് അങ്കണത്തിൽ നമ്മോടൊപ്പമുള്ളത്. ഒരു ഗായികയാണ്, അനുഗ്രഹീത അഭിനേത്രിയാണ്, എഴുത്തുകാരിയാണ്, അധ്യാപികയായിരുന്നു, ആശാ വർക്കറാണ് എന്നിങ്ങനെ ഒട്ടേറെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. നമുക്ക് പരിചയപ്പെടാം. ഗീത സിറ്റി. നമസ്കാരം ഗീത ചേച്ചി. നമസ്കാരം. അങ്കണത്തിലേക്ക് സ്വാഗതം. കൃഷിക്ക് മാത്രമല്ല കലയ്ക്കും ഏറെ വേരോട്ടമുള്ള ഒരു മണ്ണാണ് ഇടുക്കിയുടേത്. ഈ ഇടുക്കിയിൽ നിന്ന് ഒരുപാട് മേഖലകളിൽ ചുവടുറപ്പിക്കാനായിട്ട് ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്കണത്തിൻ്റെ ശ്രോതാക്കൾക്ക് ചേച്ചി ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും. എൻ്റെ പേര് ഗീത. ഇടുക്കി ജില്ലയിലെ കീരിത്തോടിനടുത്തുള്ള പുന്നയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ പൊതുവായിട്ടുള്ള എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്നു. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊക്കെ പറയും പോലെ ഒരുപാട് പേരെ അടുക്കളയുടെ ചുമരുകൾക്കുള്ളിൽ നിന്ന് പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് എത്തിച്ച ഒന്നാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീ ചേച്ചിയുടെ കലാജീവിതത്തിൽ ഒരുപാട് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് കുടുംബശ്രീ വഴി കലാരംഗത്തേക്കുള്ള ഒരു പ്രവേശനം? കുടുംബശ്രീ എന്ന് പറയുന്നത് ഇതുവരെ എത്തി നിൽക്കുന്ന ഒരു നിലയിൽ കുടുംബശ്രീക്കാണ് എൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു പകുതിയിലധികം പങ്കുമെന്ന് ഞാൻ പറയും. കാരണം 25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഞാൻ കുടുംബശ്രീ പ്രവർത്തകയായിട്ട്. ആദ്യമായിട്ടൊരു 4 വാക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടമുണ്ടായത് കുടുംബശ്രീയുടെ പ്രവർത്തനത്തിൽ കൂടെ തന്നെയാണ്. ആ ഒരു പ്രവർത്തന മേഖലയിൽ കൂടി കടന്നു വന്നാണ് ആശാവർക്കറെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എൻ്റെ പേര് നിർദ്ദേശിക്കപ്പെടാൻ കാരണമാവുകയും തുടർന്ന് ഇങ്ങോട്ട് കലാരംഗത്തും കുറേ അധികം സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞതും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളാണ്. ഈ വിജയങ്ങളുടെ എല്ലാം നല്ലൊരു പങ്കും കുടുംബശ്രീക്ക് കൂടി അവകാശപ്പെട്ടത് തന്നെയാണ്. കലായാത്രയുടെ തുടക്കത്തിൽ എഴുത്തിൽ നിന്നാണ് ആരംഭം. പിന്നീട് ഒരു പാട്ടുകാരിയായി. ഇതൊക്കെയും ആക്കി തീർത്തത് മഹാരാജാസ് കോളേജിലെയും അതേപോലെ സെൻറ്റ് തെരേസാസ് കോളേജിലെയും ഒക്കെ പഠന കാലഘട്ടമാണ്. എങ്ങനെയാണ് ആ കാലഘട്ടത്തെ ഒന്ന് നോക്കിക്കാണുന്നത്? എൻ്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം എന്നാണ് ഞാൻ എറണാകുളത്തെ പഠനകാലത്തെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇടുക്കിയിൽ 10th വരെ പഠിക്കുന്ന ഒരു സമയത്ത് ഒരേ ഒരു പാട്ടാണ് ഞാൻ പാടിയിരിക്കുന്നത്. ഉള്ളിലെ ആഗ്രഹം എന്ന് പറയുന്നത് സംഗീതജ്ഞ ആവണമെന്നായിരുന്നു. അപ്പോഴൊക്കെ കേട്ടുകേൾവിയുണ്ട്. എറണാകുളത്തൊരു സംഗീത കോളേജുണ്ട്. ആ കോളേജിൽ പഠിച്ച് സംഗീതജ്ഞ ആവണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ ഒരു കുറേ വർഷം മുമ്പത്തെ ഒരു ഇടുക്കിയിലെ ഒരു പരിതസ്ഥിതി, സാമ്പത്തിക അവസ്ഥ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ പഠിച്ച് ജോലി കിട്ടുന്നതിൽ അപ്പുറം ഒരു മേഖലയിലേക്ക് തിരിയുന്നത് വീട്ടുകാർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഇടുക്കിയിൽ നിന്നും എറണാകുളത്ത് ചെന്നതിന് ശേഷം കലാപ്രവർത്തനങ്ങളിലൊക്കെ പങ്കുചേരാൻ തുടങ്ങിയത് അന്നാണ്. പിന്നെ മത്സരങ്ങളിലേക്കൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ കുറേ അധികം മറ്റുള്ളവരുമായിട്ട് ഇടപഴകുകയും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് എനിക്ക് എന്നിലെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് ധൈര്യമായിട്ട് ഒരാളുടെ മുമ്പിൽ നിന്നൊരു പാട്ട് പാടാം അല്ലെങ്കിൽ ഒരു കവിത ആലപിക്കാം എന്നൊക്കെ ഉള്ളൊരു ധൈര്യം കിട്ടിയത്. തുടർന്ന് 2 കോളേജുകളിലെയും എറണാകുളത്തെ 2 കോളേജുകളിലെയും പഠനകാലം എന്ന് പറയുന്നത് എൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുകയും സമ്മാനങ്ങൾ വാങ്ങിക്കുകയും പിന്നെ എൻ്റേതായ ഒരു വഴി, എന്നിലുള്ള ഒരു കലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു തൻ്റെ ഇടം എനിക്കുണ്ടായത് ശരിക്കും ആ ഒരു കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ സ്വന്തമായിട്ട് എഴുതിയ ഒരു കവിത ആദ്യമായൊരു കോളേജ് മാസികയിൽ അച്ചടിച്ചു വന്ന ഒരു അനുഭവത്തെപ്പറ്റി ചേച്ചി വിവരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതൊന്ന് പറയാമോ? അത് എനിക്കിപ്പോഴും സങ്കടം വരുന്ന ഒരു കാര്യമാണ്. കാരണം അന്ന് കവിതകളൊക്കെ കേൾക്കും. അതായത് എൻ്റെ ഈ വളർച്ചയ്ക്ക് തുടക്കം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആകാശവാണി തന്നെയാണ്. കാരണം അന്ന് റേഡിയോ മാത്രമാണ്. അപ്പോൾ റേഡിയോയിലെ പരിപാടികളെല്ലാം വള്ളിപുള്ളി വിടാതെ കേൾക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ കവിത ഇഷ്ടമാണ്. അതുപോലെ തന്നെ രഞ്ജിനി എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ കേൾക്കുന്ന അങ്ങനെയൊക്കെയാണ് ഈ കലയോടുള്ള ഇഷ്ടം വന്നത്. തുടർന്ന് ഈ കോളേജിൽ ചെന്ന് കഴിയുമ്പോഴേക്കുമൊക്കെ പയ്യെ കവിതകൾ സ്വയം എഴുതി തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ എൻ്റെ മലയാളം ടീച്ചർ നല്ലൊരു ടീച്ചറായിരുന്നു. അവർ കുറേ അധികം സാഹിത്യവാസനകളെ പോഷിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ ആ മേഡത്തിൻ്റെ ഒരു പ്രോത്സാഹനത്തിലാണ് ഞാനൊരു കവിത എഴുതിയത് ആദ്യമായിട്ട്. അപ്പോൾ അന്ന് കോളേജിൽ നിന്നൊക്കെ നമ്മളുടെ കൊച്ചി FM കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ എൻ്റെ കവിത സെലക്ട് ചെയ്തു.
അപ്പോൾ എനിക്ക് എല്ലാവരും ഭയങ്കര പേടിപ്പിക്കുകയാണ്. കാരണം റെക്കോർഡിങ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഇതുപോലെ ഞാൻ ചെന്നു, എൻ്റെ ഒരു കവിത. പക്ഷേ ഇന്ന് എവിടെയോ അന്ന് എഴുതി വെച്ച എൻ്റെ ജീവിതത്തിൽ നിന്ന് മിസ്സായിപ്പോയി ആ കവിത എന്താണെന്നൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ എങ്കിലും ആ കവിത റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് ഇന്ന ദിവസം അത് കേൾക്കും എന്ന് നമുക്കൊരു അറിയിപ്പ് കിട്ടി. അത് ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഇരുന്ന് കേട്ടു. അപ്പോൾ ഉണ്ടായ നമ്മുടെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യ. കവിത ഏതെന്നോ വരികൾ എന്തെന്നോ ഓർമ്മയില്ലെങ്കിലും അനുഭവം ഓർമ്മയുണ്ട്. പിന്നീട് ഈ കുറേ അധികം വർഷങ്ങൾക്ക് ശേഷം ഞാൻ പിന്നീട് ഇങ്ങനെ ആലോചിച്ചു, ഒരു പക്ഷേ FM എന്നാണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ ആ കവിത ഒന്ന് കേൾക്കാൻ ഒരിക്കൽ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം തോന്നി. പിന്നെ അതേ സമയത്ത് തന്നെ കോളേജ് മാഗസിനിലേക്ക് ഒരു കഥ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഒരു കഥ എഴുതി. ബികോമിൻ്റെ ക്ലാസ് നടക്കുമ്പോഴാണ് ഈ മാഗസിൻ കൊണ്ട് തരുന്നത്. അപ്പോൾ എൻ്റെ കഥയുണ്ട്, എനിക്ക് കാണണം. അപ്പോൾ സാറ് വളരെ സീരിയസ് ആയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പയ്യെ മറിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം എൻ്റെ കഥ പെട്ടെന്ന് കാണുന്നു. എൻ്റെ കഥയും അടിയിൽ ഗീത സിറ്റി എന്നുള്ള ആ പേരും ആ വെള്ള പേപ്പറെ നമ്മളുടെ സ്വന്തം വാചകങ്ങൾ അച്ചടിച്ച് വന്നതും നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കരകമയൂര നൃത്തം വളരെ വ്യത്യസ്തമായ ഒരു മേഖലയാണ്. അത് ഒരു സാമ്പത്തിക സ്രോതസ്സു കൂടി, അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം കൂടിയാണ് ചേച്ചിക്ക്. എന്താണ് ഈ കരകമയൂര നൃത്തം? എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? കരകമയൂര നൃത്തം എന്നത് ശരിക്കും കേരളത്തിൻ്റെ മാത്രം പ്രത്യേകമായ ഒരു കലാരൂപമാണ്. കാരണം തമിഴ്നാടിൻ്റെ കരകാട്ടം എന്ന് പറയുന്ന ആ കലാരൂപത്തിനോടൊപ്പം എൻ്റെ കീരിത്തോടിലുള്ള ശ്രീമുരുക നൃത്തഭവൻ എന്ന് പറയുന്ന ആ നൃത്ത വിദ്യാലയത്തിലെ മോഹൻദാസ് ആശാൻ്റെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആശാൻ സ്വന്തമായിട്ട് കുറച്ച് ക്ലാസിക്കൽ സ്റ്റെപ്പ് കൂടി ഇതിനോടൊപ്പം, അതായത് തമിഴ്നാടിൻ്റെ കരകാട്ടത്തോടൊപ്പം നമ്മളുടെ വ്യത്യസ്തമായ കുറച്ച് ക്ലാസിക്കൽ സ്റ്റെപ്പ് കൂടി ആഡ് ചെയ്ത് കരകമയൂര നൃത്തം എന്ന് പേരിട്ട് ഒരു പുതിയ വേർഷനായിട്ട് നമ്മൾ രംഗത്തേക്ക് ഇറക്കിയ ഒരു കലാരൂപമാണ്. ഏകദേശം 35ഓളം വർഷമായിട്ട് നമ്മുടെ ആശാൻ അത് ചെയ്യുന്നു. അത് തമിഴ്നാടിൻ്റെ അതുപോലെ തന്നെ കുടവൊക്കെ തലയിൽ വെച്ചിട്ടുള്ള ഒരു ഡാൻസാണ്. പക്ഷേ അത് നമ്മൾ തമിഴ്നാട്ടുകാർ ഈ കുടത്തിൽ ചരടുകളൊക്കെ ബന്ധിച്ച് കഴുത്തിനടിയിൽ കൂടെയൊക്കെ ബന്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളങ്ങനെയല്ല, നമ്മൾ ഇതൊരു പ്രാക്ടീസാണ്. നമ്മുടെ തലയുടെ ബാലൻസ് അനുസരിച്ചിട്ട് നമ്മളത് പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് എത്ര മണിക്കൂർ വേണേലും അത് തലയിൽ വെച്ചിട്ട് നൃത്തം ചെയ്യാൻ കഴിയും. കൃത്യമായി കുടം ചരിയാതെ വളയാതെ അത് ആ കുടം തലയിൽ വെച്ചുകൊണ്ട് തന്നെ, നമ്മളുടെയൊക്കെ ആശാനൊക്കെ നമ്മൾ തുടക്കകാലത്ത് കുടം തലയിൽ വെച്ചുകൊണ്ട് തന്നെ കിടന്നുകൊണ്ട് പൈസ എടുക്കും, പിന്നെ കിടന്നുകൊണ്ട് തന്നെ സാരി ഉടുക്കും. അത്തരം കുറേ അഭ്യാസങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പം അന്ന് ഞങ്ങൾ തുടങ്ങുമ്പോൾ 150 രൂപയാണ് പ്രതിഫലം. അപ്പം ഞാനും വിചാരിച്ചത് ഏതൊക്കെയായാലും അത്രയും പൈസ കിട്ടിയാൽ അത്രയും കൂടെ നല്ല കാര്യം, അങ്ങനെ വിചാരിച്ച് ഞാൻ പോകാൻ തുടങ്ങിയത്. പിന്നീട് ഞങ്ങൾക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 1000 രൂപയും ചിലവും ഒരു പ്രോഗ്രാമിന് കിട്ടുന്ന അവസ്ഥയിലേക്ക് വരെ വളർന്നു. അത് എന്നെ സംബന്ധിച്ചോളം ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായി. ഒരുപാട് കലാമേഖലകളുടെ പേരുകൾ പറഞ്ഞുവെങ്കിലും ഇതിലെന്താണ് പ്രധാനമായും എന്ന് ചോദിച്ചാൽ ആദ്യം പറയുക തീർച്ചയായും നാടകം എന്ന് തന്നെയായിരിക്കും. ഒരു നാടക അഭിനേത്രിയാണ്. എങ്ങനെയാണ് ഈ നാടക മേഖലയിലേക്ക് എത്തിച്ചേർന്നത്? നാടക മേഖലയിലേക്ക് എത്തിച്ചേർന്നതും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബം, അച്ഛൻ, അമ്മ എല്ലാവരും കലയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം നാട്ടിലുള്ള ഒരുവിധപ്പെട്ട പരിപാടികളിലെല്ലാം ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലുണ്ടാവും. അമ്പലത്തിലാണേലും പള്ളിയിലാണേലും ഒക്കെ ഏത് പരിപാടിയും, അത് എത്ര തണുപ്പാണേലും മഴയാണേലും പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ നമ്മളുടെ കാഞ്ഞിരപ്പള്ളി അമല തിയേറ്റേഴ്സിൻ്റെ നാടകമാണ് മിക്കവാറും ഒക്കെ ഞങ്ങളുടെ കഞ്ഞിക്കുഴി പള്ളി പെരുന്നാളിന് വരിക. അപ്പോൾ ഇങ്ങനെ ഈ നാടകം കാണാൻ ആദ്യം ഇരുന്നിങ്ങനെ എന്നും ഇങ്ങനെ മനസ്സിൽ എനിക്കും അങ്ങനെ പറ്റുമോ, എനിക്കും അങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ കഴിയും. ഞാനൊരു കറുത്തതായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന്, ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്കൊന്നും സാധ്യമല്ല, അതൊക്കെ വെളുത്തവരുടെ കലയാണ് എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് അന്നൊക്കെ ചിന്തിച്ചിരുന്നത്. ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇപ്പോൾ ആ കാഴ്ചപ്പാടിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? എന്ത് തിരിച്ചറിവുകളാണ് ഇന്ന് ഒരുപാട് കലാമേഖലയുടെ മുൻപന്തിയിൽ എത്തി നിൽക്കുമ്പോൾ തോന്നുന്നത്? കറുപ്പിനെ പുച്ഛിക്കുന്നവർക്ക് എന്തെങ്കിലും മറുപടി കൊടുക്കാനുണ്ടോ? ഇപ്പോൾ കറുപ്പിനെ പുച്ഛിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. കാരണം കറുപ്പ് എന്ന് പറയുന്നത് കഴിവുള്ളവരുടെ കൂടുതൽ ഒരു സിമ്പലായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം പലപ്പോഴും എൻ്റെ ചുറ്റിലും ഉള്ളവരും പല രംഗത്ത് ഉയർച്ച ഉള്ളവരുമെല്ലാം കറുത്തവരെന്നുള്ളത് മാറ്റി നിർത്തപ്പെട്ടവർ, പക്ഷേ ആ കറുപ്പിൽ നിന്നും അല്ലെങ്കിൽ ആ അപകർഷതാ ബോധത്തെ അടിച്ചമർത്തി ചവിട്ടി കയറി ഉയരങ്ങളിലേക്ക് എത്തിയവരാണ്. അപ്പം ഞാനും അങ്ങനെ തന്നെ. ഇപ്പോൾ എനിക്ക് എവിടെ ചെന്നാലും 1000 പേര് നിൽക്കുന്ന ഒരു വേദിയിലാണേലും ഞാൻ കറുത്തതാണെങ്കിലും അവിടെ 1000 പേരിൽ 999 പേരെക്കായി മുൻപന്തിയിൽ നിൽക്കാനുള്ള ഗട്സ് എനിക്ക് ഉണ്ടെന്നൊരു ആത്മവിശ്വാസം എനിക്ക്. ആത്മവിശ്വാസം മുഖത്തിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കറുപ്പോ വെളുപ്പോ എന്നുള്ളതല്ല, കല, കഴിവ്, ആത്മാഭിമാനം, ആത്മധൈര്യം ഇതൊക്കെയാണ് വലുത് എന്ന് തെളിയിച്ച ഒരാളാണ്. ഇനി നമുക്ക് നാടകത്തിലേക്ക് തിരിച്ചു വരാം. നാടകം ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ മുതലേ നമുക്ക് നാടകം കളിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്കൊരു കോംപ്ലക്സാണ്. പിന്നെ പള്ളിപ്പെരുന്നാളിലൊക്കെ പോയി ഇങ്ങനെ ഇരുന്ന് കാണും.
ഇങ്ങനെയെല്ലാം കണ്ട് നമുക്കത് കഴിയില്ല എന്നുള്ള വിചാരിച്ച് നമ്മളങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബ്രദർ ഹൈസ്കൂളിൽ ഒരു നാടകം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൂട്ടുകാരെ കൂടി പറയുകയാണ് ഒരു നാടകം കളിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ഇംഗ്ലീഷും കണക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഇംഗ്ലീഷിലെ ഒരു ജിൻവാൽജീൻ്റെ പാവങ്ങൾ, വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്നുള്ള വലിയ വിഖ്യാത നോവലിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ അതിൽ നിന്നൊരു പീസാണ് ആ ഇംഗ്ലീഷ് പുസ്തകത്തിൽ. അപ്പോൾ അതിനെ ഞാനിന്ന് മലയാളീകരിച്ച് നാടകം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഡയറക്ഷനൊക്കെ ചെയ്ത്, അതാണ് എൻ്റെ നാടകത്തിനെക്കുറിച്ചുള്ള ഒരു ആദ്യം ഇത്. പക്ഷെ വളരെ നല്ലൊരു അഭിപ്രായം കിട്ടി. പക്ഷെ അത് ആ നാടകം കഴിഞ്ഞപ്പോഴേക്കും ആ നാടകം എനിക്ക് കൊള്ളാലോ, ഞാൻ ചെയ്താൽ കൊള്ളാലോ എന്നൊക്കെ ഒരു വിചാരം വന്നു. പിന്നെയും അങ്ങനെ നാടകത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നില്ല, അഭിനയത്തിൻ്റെ കാര്യം അത്രയും കൂടി ചിന്തിക്കുന്നില്ല. പിന്നെ നമ്മൾ കുടുംബശ്രീയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കുടുംബശ്രീ തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ 25 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ 1ാമത്തെ വാർഷികത്തിന് ഞാൻ തന്നെ പറഞ്ഞു നമുക്കൊരു നാടകം കളിച്ചേക്കാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നാടകം കളിച്ചാൽ മറ്റൊരു ഗുണമുണ്ട്, 10 മെമ്പേഴ്സ് ഉണ്ട്, 10 പേരെ ഇതിനകത്ത് പങ്കെടുപ്പിക്കാൻ കഴിയും, കഥാപാത്രങ്ങളെ. ഇപ്പം ഞാനൊരു പാട്ട് പാടി അത് എനിക്ക് മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് ഞാൻ ആവുക എന്നുള്ളത്, എൻ്റെ കൂടെ നിൽക്കുന്നവരെയും കൂടി എന്തിലേലും ഒക്കെ ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു നാടകം എഴുതി സംവിധാനമൊക്കെ ചെയ്ത് പഠിപ്പിച്ചു. 1ാമത്തെ വാർഷികം വളരെ ഭംഗിയായിട്ട് നമ്മുടെ നാട്ടിലൊരു ആഘോഷമായിട്ട് വെച്ചു. ഈ നാടകമൊക്കെ കളിച്ചു. അതിന് ശേഷം ഈ കുടുംബശ്രീയുടെ കുറേ പ്രവർത്തനങ്ങളിലേക്കൊക്കെ വന്ന ആ സമയത്താണ് പിന്നീട് ഞാൻ ഈ ആന്ധ്രയിലേക്കൊക്കെ കിടക്കുന്നത്. ആന്ധ്രയിലൊക്കെ കടന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നാടകം എന്നുള്ള ആ ഒരു ടച്ച് അങ്ങ് വിട്ടു. ആന്ധ്രയിൽ കുറേ കാലം അധ്യാപികയായും ഇതിനിടയിൽ സേവനമനുഷ്ഠിച്ചു അല്ലേ? അതെ, 4 വർഷത്തോളം ആന്ധ്രയിലുണ്ടായിരുന്നു, 2 വർഷം തമിഴ്നാട്ടിലും. ഇങ്ങനെ 6 വർഷം നമ്മൾ കേരളം വിട്ട് അധ്യാപിക ആയിട്ട് ജോലി ചെയ്തു. ഈ കാലയളവിൽ എങ്ങനെയാണ് ഒരു കലാകാരി എന്നുള്ള നിലയിൽ ആ ഒരു കലാപരമായ കഴിവുകളെ ഒതുക്കി വെക്കാനായിട്ട് സാധിച്ചത്? ഒരിക്കലും ഒതുക്കി വെച്ചില്ല. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കൂടുതൽ അവസരങ്ങൾ കിട്ടുകയാണ് ചെയ്തത്. കാരണം അവിടെ നമുക്ക് നല്ലൊരു വക്കീലായിരുന്നു ഈ സ്കൂളിൻ്റെ മാനേജരും. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അവർക്ക് ഭയങ്കര കലയെ ഇഷ്ടപ്പെട്ട ഫാമിലി. സാറ് മലയാളം പാട്ടുകൾ പാടിക്കും. അപ്പം മലയാളത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും, കവിത ചൊല്ലിപ്പിക്കും. അറിഞ്ഞുകൊണ്ടല്ല, ആക്ച്വലി അവർക്ക് മലയാളം മനസ്സിലാവില്ല, പക്ഷേ നമ്മളുടെ താളവും ബോധവും ഒക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അതെ, തീർച്ചയായിട്ടും അതല്ല എന്ന് അറിയാം. അപ്പോൾ അങ്ങനെ അവിടുത്തെ കുട്ടികളെ ഇപ്പം ഞങ്ങൾ മലയാളം പാട്ടുകൾ പഠിപ്പിച്ചു, മലയാളം പാട്ടുകളിട്ട് അവിടെ ഡാൻസ് കളിപ്പിച്ചു പിള്ളേരെ. അങ്ങനെ ആ കലാപ്രവർത്തനങ്ങൾ ഒരിക്കലും അവിടെ നിന്നില്ല. അതുപോലെ വരയ്ക്കുക, പിന്നെ അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക, അതിലും ഒരു കലയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കലയെ അവരവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ അവിടെ TV ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങളുടെ 5 മലയാളം ടീച്ചേഴ്സിൻ്റെ ആയിട്ട് കുറേ അധികം ഗാനങ്ങൾ, ഇന്ന ദിവസം നമ്മളുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞു. ഞാൻ തന്നെ TV എന്നെ കാണുക, അല്ലെങ്കിൽ ഞാൻ തന്നെ പാടുന്നത് കാണുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഭാഗ്യമല്ലേ. അപ്പം അങ്ങനെ തീർച്ചയായിട്ടും ഞാൻ ഈ 6 വർഷം വിട്ടു നിന്നെങ്കിൽ നമ്മൾ ഒരിക്കലും കലാരംഗം വിട്ടിട്ടില്ല. അത് എവിടെ പോയാലും ഈ പറഞ്ഞ പോലെ ഭാഷയ്ക്ക് അതീതമായി അതെ, ആ കല എവിടെ ചെന്നാലും നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ ഒരു വേദി ഉണ്ടായിരുന്നു. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഏതൊക്കെ നാടകങ്ങളാണ് അരങ്ങിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? അരങ്ങിൽ അവതരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ നാടക രംഗത്തേക്ക് വന്നപ്പോൾ പ്രൊഫഷണലായിട്ടുള്ള ടീമുകളിൽ നിന്നും പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ആശാവർക്കർ എന്ന നിലയിൽ എനിക്ക് കുറേ അധികം പരിമിതികളുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് ഇത്തരം ജോലികളിൽ ഏർപ്പെടാനായിട്ട്, കലാപ്രവർത്തനമായിട്ട് അങ്ങ് പോകാനായിട്ട് ചില പരിമിതികളുണ്ട്. കാരണം എൻ്റെ ഏരിയ, എൻ്റെ ആളുകൾ, അവരുടേതായ ആരോഗ്യ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഫഷണലായിട്ടുള്ള നാടകങ്ങളിലേക്ക് നമ്മൾ തിയേറ്റേഴ്സിൻ്റെ ബേസിൽ പോയിട്ടില്ല. പക്ഷേ അല്ലാതെ നമുക്ക് ശുചിത്വ മിഷൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള ഇതെല്ലാം തന്നെ പ്രൊഫഷണൽ നാടകങ്ങളാണ്. പക്ഷേ അത് എല്ലാം ഒരു NGO എന്ന നിലയിൽ അങ്ങനെ പോയി. പക്ഷേ എന്നാലും ഒരു 1000-ലധികമൊക്കെ വേദികളിൽ, അത്തരം വേദികളിൽ തന്നെ ഞാൻ തെരുവ് നാടകങ്ങൾ അവതരിപ്പിച്ചു. അതിനിടെ ഇതേ നാടകം തന്നെ ചിലപ്പോൾ സ്റ്റേജുകളിൽ അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. പക്ഷേ ടോട്ടലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരുവ് നാടകമാണ് ഇഷ്ടം. കാരണം തെരുവിലാകുമ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ റിയാക്ഷൻ അപ്പം തന്നെ അവരിൽ നിന്ന് അറിയാൻ കഴിയും. അതെ, പിന്നീടാണ് കുടുംബശ്രീയുടെ രംഗശ്രീ തിയേറ്ററിലേക്കൊക്കെ വന്നത്. ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും കഥാപാത്രങ്ങളുണ്ടോ? ഓർമ്മയിൽ ഏറ്റവും തങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് വേണ്ടി ചെയ്ത ഒരു നാടകത്തിലെ ഉണ്ണിമായ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. വളരെ നന്നായിട്ട് ഞാൻ അഭിനയിച്ച ഒരു കഥാപാത്രമാണ്, വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. ആ നാടകത്തിന് ശേഷം പിറ്റേ വർഷവും നാടകം കളിക്കാൻ ചെന്നപ്പം എൻ്റെ ആ കഥാപാത്രത്തിൻ്റെ പേര് കൊണ്ടാണ് എല്ലാവരും ഓർമ്മയിൽ നിന്നും ആളുകളിലേക്ക്. തീർച്ചയായിട്ടും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അതേപോലെ ലൈബ്രറി കൗൺസിൽ തുടങ്ങിയവയുമായൊക്കെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവിടേക്കൊക്കെ എത്തിപ്പെട്ടത്? ശാസ്ത്ര സാഹിത്യ പരിഷത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്, നമ്മൾ കലാകാരി എന്നത് തീർച്ചയായിട്ടും കലാപരമായി എവിടെ ഏത് സംഘടനയുണ്ടോ അവിടെ എല്ലാം ചെന്ന് മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. കാരണം നമുക്ക് വേദികൾ, പിന്നെ കൂടുതൽ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കലാസംഘടനയാണ്. അതിൻ്റെ മെമ്പറായിട്ടിരിക്കുകയാണ് നമ്മൾ ഈ കുടിയേറ്റം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യുന്നത്. ഇപ്പോൾ മൺമറഞ്ഞു പോയ കലാരാജൻ എന്ന് പറയുന്ന നമ്മുടെ ഇടുക്കിയിലെ വളരെ പ്രശസ്തനായ ഒരു കലാകാരനായിരുന്നു. അദ്ദേഹം അംബേദ്കർ ഫെലോഷിപ്പ് ജേതാവൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടുക്കിയുടെ കുടിയേറ്റത്തിന്റെ ചരിത്രം പറയുന്ന ഒരു സിനിമയിലൂടെ മലയാള സിനിമാ ചരിത്രത്തിലേക്ക് ഗീത ചേച്ചി കുടിയേറി എന്ന് പറയാമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. കാരണം ആ കുടിയേറ്റത്തിൻ്റെ ഷൂട്ടിംഗ് നമ്മൾ ഇടുക്കി ജില്ലയിലെ കല്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലേക്ക് ഒരു വനിതയെ വേണമെന്ന് പറഞ്ഞ് നമ്മളുടെ ഈ സംഘടനയിൽ തന്നെയുള്ള ഒരു വ്യക്തിയെ വിളിച്ച് പറയാം. അപ്പോൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് അതിനകത്ത് ഒരു 5 സീനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 3 സീനിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇത് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഗീത ഇങ്ങനെ നല്ലൊരു ഓഫറുണ്ട്, നാടകമാണ്, പോകാമോ? രാജൻ സാറ് പറഞ്ഞു കുഴപ്പമില്ല, ഗീത പൊക്കോളൂ എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ആ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലേക്കുള്ള ഒരു കാൽവയ്പ്. ആ കാൽവയ്പ്പിന് ശേഷം പിന്നെ പരിഷത്തിന് കുറേ നാടകങ്ങൾ ചെയ്തു. നാടകം എന്താണെന്ന് മനസ്സിലായത് ആ ഒരു യാത്രയിലൂടെയാണ്. കാരണം തുടർച്ചയായി നമുക്ക് അവാർഡുകൾ വാങ്ങിക്കൊണ്ടിരുന്ന മനോജ് നാരായണൻ എന്ന് പറയുന്ന വളരെ നാടകത്തിന് വേണ്ടി ജീവിക്കുന്ന മനോജ് മാഷിൻ്റെ നാടകങ്ങളിലേക്കാണ് പിന്നെ ചെന്നുപെട്ടത്. അപ്പോഴാണ് ശരിക്കും നാടകം എന്താണ്, ഈ നാടകത്തിൻ്റെ പിന്നാമ്പുറം എന്താണെന്നൊക്കെ മനസ്സിലായത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അങ്ങനെ നാടകങ്ങളുടെ ഭാഗമായി എന്തായാലും അതിൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നീട് ഒരുപാട് മേഖലകളിലേക്ക് പോവുകയുണ്ടായി. ആദ്യം ഒരു അഭിനേത്രിയായി തുടങ്ങി നാടകത്തെപ്പറ്റി നന്നായി പഠിച്ചു. ഇപ്പം നാടകം പഠിപ്പിക്കുന്ന ആളാണ് അല്ലേ? ഒരുപാട് കുട്ടികൾക്കും ചില അധ്യാപകർക്കും നാടകത്തെപ്പറ്റി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. എന്താണ് രംഗശ്രീ? 2015 കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കുറച്ച് വനിതകളുടെ കലാപ്രവർത്തനങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലാ തലത്തിൽ രൂപീകരിച്ച ഒരു ടീമാണ്. ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ തന്നെ രൂപീകരിച്ച ഒരു ടീമാണ് രംഗശ്രീ എന്ന് പറയുന്നത്. അത് 14 ജില്ലകളിലും രംഗശ്രീ ഉണ്ട്. അപ്പോൾ അത് ഇടുക്കി ജില്ലാ മിഷൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ നമ്മൾ 2015 ഈ രംഗശ്രീ രൂപീകരിക്കുന്നത്. നമ്മൾ നിരന്തരമുള്ള ക്ലാസ്സുകൾ നമ്മൾ ആളുകൾക്ക് ബോധവൽക്കരണം കൊടുക്കുന്നു. ഈ ബോധവൽക്കരണം കേട്ട് ആളുകൾക്കൊരു ബോറായി തുടങ്ങി. അപ്പോൾ ഈ ബോധവൽക്കരണം ചെയ്യേണ്ട വിഷയങ്ങളെ ഒരു നാടകമായിട്ട് അവതരിപ്പിച്ചാൽ കുറച്ചുകൂടി നന്നാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം ഒരു മേഖലയിലേക്ക് തിരിഞ്ഞ്. അതിലുപരിയായിട്ട് നമ്മളിൽ ഉള്ള കഴിവുകളെ പ്രൊമോട്ട് ചെയ്യാനും കൂടി അത് ഉപകരിക്കുമല്ലോ. അങ്ങനെയാണ് നമ്മൾ കുടുംബശ്രീ രംഗശ്രീ തുടങ്ങിയത്. ഈ രംഗശ്രീ എന്ന് പറയുന്ന ഒരു തിയേറ്റർ എന്ന് പറയുന്നത് ഒരു 10-15 പേരെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ഇടുക്കിയിൽ 2 രംഗശ്രീ ഉണ്ട്. ലോ റേഞ്ചിൽ ഒരെണ്ണമുണ്ട്, ഹൈ റേഞ്ചിൽ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഈ ഹൈ റേഞ്ചിലുള്ള ഇടുക്കി രംഗശ്രീയുടെ കീഴിലെ ഒരു മെമ്പർ മാത്രമാണ് ഞാൻ. കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ ഇലക്ഷൻ നടന്നത്. അപ്പോൾ നമ്മൾ ഇടുക്കി രംഗശ്രീയുടെ ട്രഷറർ സ്ഥാനത്തേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് എൻ്റെ സ്വന്തം തിയേറ്ററല്ല, അത് നമ്മളുടെ സംസ്ഥാന മിഷൻ്റെ കീഴിൽ 14 ജില്ലകളിലും ഉള്ള പോലെ നമ്മൾക്കും ഒരു രംഗശ്രീ തിയേറ്റർ ഉണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ നാടകം പഠിച്ചു, നാടകത്തെ ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേയധികം പേരെ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ പഠിച്ചു. ഇതിൽ നിന്നെല്ലാം ഉള്ള ആ ഒരു പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു അറിവുകളിൽ വെച്ചിട്ടാണ് എനിക്ക് സ്വന്തമായിട്ടൊരു തിയേറ്റർ എന്നുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം ഞാൻ കഞ്ഞിക്കുഴി CDSൻ്റെ കീഴിൽ ഒരു മൈക്രോ എൻ്റർപ്രൈസസ് ആയിട്ട് മൈമൂൺ തിയേറ്റർ എന്ന് പറയുന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് അത് രണ്ടും പാരലായിട്ട് കൊണ്ടുപോകുന്നു. അപ്പം നമ്മൾ കേരളീയം ഈ കഴിഞ്ഞ വർഷം നടന്ന കേരളീയത്തിൽ നമുക്ക് 2 വേദികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. എൻ്റെ തിയേറ്ററിൻ്റെ ബാനറിൽ തന്നെ ഞങ്ങളത് പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. മൈമൂൺ തിയേറ്റേഴ്സ്. അതെ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നാടകക്കാരി എന്നതിനൊക്കെ അപ്പുറമായി നന്നായി കവിതകളും നാടൻ പാട്ടുകളും ഒക്കെ പാടുന്ന ഒരാൾ കൂടിയാണ്. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാമോ? കവിതകളെ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ കവിതകളും മറ്റുള്ളവരുടെ കവിതകളും കേൾക്കുകയും നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിൽ എനിക്ക് മനസ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കവിതയുടെ ഒരു 4 വരി പാടാം. തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. എൻ്റെ കണ്ണീരിലായി മഴവില്ലു കാണുവാൻ കാത്തിരിപ്പോരുണ്ടറിയുന്നു ഞാൻ. തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. ഒരുപാട് സന്തോഷം ആകാശവാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി മനോഹരമായ ഒരു കവിത ആലപിച്ചതിന്. കമല സുരയ്യയെ ഒരുപാട് ആരാധിക്കുന്ന ഒരു എഴുത്തുകാരി കൂടി ഗീത ചേച്ചിയുടെ ഉള്ളിലുണ്ട്. ആ എഴുത്തുകാരിയെ പറ്റി 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റാണെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് വളരെ ആരാധനയുള്ളൊരു എഴുത്തുകാരി. ധാരാളം പുസ്തകങ്ങൾ അവരുടേതായിട്ട് വായിച്ചിട്ടുണ്ട്. പഠനത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലാണ്
വളരെയധികം കഥകളും കവിതകളും ഒക്കെ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എറണാകുളത്ത് പഠിക്കുമ്പോഴാണ്, അവരും എറണാകുളത്താണ് താമസിക്കുന്നത്. അങ്ങനെ എവിടുന്നോ ഒരു അഡ്രസ്സ് കിട്ടി ഞാനൊരു കത്തെഴുതുകയാണ്, പ്രിയപ്പെട്ട അമ്മേ എന്ന് സംബോധന ചെയ്ത്. പ്രിയപ്പെട്ട അമ്മേ, എനിക്ക് കാണാൻ ഒരാഗ്രഹമുണ്ട്, എനിക്കൊന്ന് കാണണമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഞാനൊരു കത്തെഴുതി. കുറേ ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് തിരിച്ചൊരു കത്ത് കിട്ടുന്നു. മോളെ, ഞാൻ ഇന്നടത്താണ്, വരൂ നമുക്ക് കാണാം എന്ന് പറയുന്നു. ആ പറഞ്ഞ അടയാളമൊക്കെ വെച്ചിട്ട് ഞാൻ ചെല്ലുന്നു. വീട്ടിൽ ചെന്നു, എന്നെ സ്വീകരിച്ചു. നന്നായിട്ട് നല്ല സുന്ദരിയായിരുന്നല്ലോ, വളരെ സുന്ദരിയായിരുന്നു. വളരെ സ്നേഹത്തോടെ അമ്മയുടെ കരുതലോടെ എന്നെ വിളിച്ചു, അകത്ത് കയറ്റി സംസാരിച്ചു, കെട്ടിപ്പിടിച്ചു. അതൊക്കെ ഒരു ഓർമ്മയാണ്. പക്ഷെ അന്നൊന്നും ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരിക്കലും ഒരു ഓർമ്മിക്കത്തക്കതായിട്ട് അതിനെ ഒന്നും സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഫോട്ടോ പോലെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും. നന്നായി പാട്ടുപാടുന്ന ഒരു മകനുണ്ട്, നല്ല മിടുക്കിയായ ചിത്രകാരിയായ ഒരു മകളുണ്ട്. കുടുംബത്തെപ്പറ്റി 2 വാക്ക്. എൻ്റെ അച്ഛൻ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മെമ്പറായിരുന്നു 2 ടേമിന് മുമ്പ്. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ നന്നായിട്ട് കവിതയും കഥയൊക്കെ ചൊല്ലുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ നിന്നുമൊക്കെ ഉൾക്കൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈ കലകളൊക്കെ കുടികയറി തുടങ്ങി. അതുപോലെ തന്നെ അമ്മയാണെങ്കിലും നമ്മളുടെ കുടുംബശ്രീയുടെ സജീവമായ പ്രവർത്തകയാണ്. അമ്മയും നല്ല പാട്ടുകാരിയാണ്. അതുപോലെ തന്നെ മക്കൾ 2 പേരും 2 വ്യത്യസ്തമായ കലാരംഗത്ത് നിൽക്കുന്നവരാണ്. മോളെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ മോള് ഒരു പരിധിവരെ പറഞ്ഞാൽ എന്നെക്കാളും ഉയരങ്ങളിലെത്തിയെന്ന് തന്നെ പറയാം. കാരണം അവളിപ്പോൾ ഏകദേശം 6ഓളം ചിത്ര പ്രദർശനങ്ങളൊക്കെ നടത്തി. കോട്ടയത്ത് വെച്ചൊരു സംഘടനയുടെ ഒരു ആദരവ് തന്നപ്പം എന്നെയും മോളെയും ഒരേ വേദിയിൽ വെച്ച്, നമ്മൾ അന്നത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സാറാണ്, ഒരേ വേദിയിൽ വെച്ച് അമ്മയ്ക്കും മകൾക്കും ആദരവ് കിട്ടിയ ഒരു പ്രത്യേക ഒരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഉൾപ്പെടെ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ അമ്മയും അതിനേക്കാൾ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന മകളെയും ഒക്കെ അങ്കണത്തിൻ്റെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി. അഭിനേത്രിയും ഗായികയും എഴുത്തുകാരിയുമായ കഞ്ഞിക്കുഴി സ്വദേശി ഗീതാ സിറ്റിയുമായി നിഷാമോൾ പി മോഹനൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് അങ്കണത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ അങ്കണത്തിലെ പരിപാടികളെല്ലാം പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM, 685-613 എന്ന മേൽവിലാസത്തിലും ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലും airdeevikulam@gmail.com എന്ന ഇമെയിൽ മുഖേനയോ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ അങ്കണം സമാപിക്കുന്നു. ഏവർക്കും ശുഭരാത്രി. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.